ഹോർമിസ് കടലിടുക്കിലൂടെയുള്ള ആഗോള എണ്ണ നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചതോടെ ലോകം ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഗതാഗതത്തിന്റെ 86% ഇതോടെ തടസ്സപ്പെട്ടു. മാരിടൈം അനലറ്റിക്സ് സ്ഥാപനങ്ങളായ വിൻഡ്വാർഡ്, ക്ലെപ്പർ എന്നിവ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ ജലപാത നിലവിൽ നിശ്ചലമാണ്. മാർച്ച് 1 കേവലം 3 ടാങ്കറുകൾ മാത്രമാണ് ഇതിലൂടെ കടന്നുപോയത്. 2026 പ്രതിദിന ശരാശരി 1.98 കോടി ബാരലായിരുന്ന സ്ഥാനത്ത് മാർച്ച് 1 വെറും 28 ലക്ഷം ബാരൽ മാത്രമാണ് ഇതുവഴി നീങ്ങിയത്. മാർച്ച് 2 ഇത് വീണ്ടും കുറഞ്ഞത് ഒരു ചെറിയ ടാങ്കറും ചരക്ക് കപ്പലും മാത്രമായി ഒതുങ്ങി. നിലവിൽ ഇറാൻ ഇതര രാജ്യങ്ങളുടെ 706 കപ്പലുകളാണ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 334 ക്രൂഡ് ഓയിൽ കപ്പലുകളും 372 മറ്റ് കപ്പലുകളും ഉൾപ്പെടുന്നു. നൂറുകണക്കിന് കപ്പലുകൾ ഒമാൻ ഉൾക്കടലിലും ലക്ഷ്യമില്ലാതെ നടുക്കടലിലും കാത്തുനിൽക്കുകയാണ്. ഈ പ്രതിസന്ധി ആഗോള വിപണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. പ്രതിസന്ധി രൂക്ഷമായതോടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 10% വർദ്ധിച്ച് ബാരലിന് $80 സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിക്കും ഖത്തറിലെ LNG പ്ലാന്റിനും നേരെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്നാണ് യൂറോപ്യൻ ഗ്യാസ് വിലയിൽ 40%-ലധികം വർധനവുണ്ടായത്. ഖത്തറിൽ നിന്നാണ് ഇന്ത്യ പ്രകൃതിവാതകം പ്രധാനമായും വാങ്ങുന്നത്. നിലവിൽ ഖത്തറിൽ പ്രകൃതിവാതകത്തിന്റെ ഉൽപാദനവും വിതരണവും എല്ലാം സ്തംഭിച്ച സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ പുതിയ വിപണികൾ കണ്ടെത്തേണ്ടി വരും. നിലവിൽ 30 ദിവസത്തേക്കുള്ള പ്രകൃതിവാതക ശേഖരം ഇന്ത്യക്കുണ്ടെന്നാണ് വിവരം. എങ്കിലും ഇവയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്താൻ രാജ്യം ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ധനങ്ങൾക്ക് റേഷൻ ഏർപ്പെടുത്തിയേക്കുമെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുമുണ്ട്. നഗരങ്ങളിൽ പാചകവാതകത്തിനായുള്ള അർബൻ ഗ്യാസ് സിസ്റ്റം, ഫെർട്ടിലൈസർ നിർമ്മാണ കമ്പനികൾ എന്നിങ്ങനെ വ്യവസായ ആവശ്യങ്ങൾക്കായാണ് ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിന്റെ വലിയൊരു ശതമാനവും ഉപയോഗിക്കുന്നത്. ചെറിയ തോതിൽ മാത്രമേ വാഹനങ്ങൾക്കായി വേണ്ടിവരുന്നുള്ളൂ. വൈദ്യുതി ഉൽപാദനത്തിനും ഇവ ആവശ്യമാണ്. അതിനാൽ പ്രകൃതിവാതക ഇറക്കുമതിയിലെ പ്രതിസന്ധി രാജ്യത്തെ വിവിധ മേഖലകളെ ബാധിക്കും. ഹോർമുസ് കടലിടുക്കിലെ തടസ്സം ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്നാൽ കപ്പലുകളുടെ നീണ്ട നിര വർദ്ധിക്കാനും എണ്ണ വിതരണം പൂർണ്ണമായും താളം തെറ്റാനും സാധ്യതയുണ്ട്. നിലവിൽ ഗൾഫ് മേഖലയിലെ കപ്പലുകളുടെ ഇൻഷുറൻസ് ചെലവും ചരക്കുകൂലിയും കുത്തനെ ഉയരുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള ഇന്ധനവില വർദ്ധിക്കാൻ നേരിട്ട് കാരണമാകും. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ഏഷ്യയിലെയും യൂറോപ്പിലെയും എണ്ണ ശുദ്ധീകരണശാലകൾ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള തിരക്കിലാണ്. പടിഞ്ഞാറൻ ആഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ എത്തിക്കാനാണ് നിലവിൽ ശ്രമം നടത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനെ വളരെയധികം ആശ്രയിക്കുന്ന ചൈനയും ഇന്ത്യയും ഈ സാഹചര്യം നേരിട്ട് ബാധിക്കും. കേന്ദ്ര സർക്കാർ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനായി പെട്രോൾ, ഡീസൽ എന്നിവയുടെ കയറ്റുമതി ഇന്ത്യ പരിമിതപ്പെടുത്തിയേക്കും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. വിതരണ തടസ്സം നീണ്ടുനിൽക്കുകയാണെങ്കിൽ LPG, റേഷൻ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ അതിവേഗം പടരുന്ന സംഘർഷത്തിൽ കടുത്ത ആശങ്കയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. യുദ്ധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ വ്യാപാര ഊർജ്ജപാതകളെ തടസ്സപ്പെടുത്തുമെന്നും ഇന്ത്യ വിശദമാക്കിയിരുന്നു. ഫെബ്രുവരി 28 ഇറാന് നേരെ US-ഉം ഇസ്രയേലും ആക്രമണം തുടങ്ങിയതോടെയാണ് മേഖലയിൽ സ്ഥിതി വഷളായത്. ഇതിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ സാഹചര്യം കൂടുതൽ വഷളായതായി പറയുന്നു. ചൊവ്വാഴ്ച പല രാജ്യങ്ങളിലും പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ യുദ്ധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേൽ തടഞ്ഞതോടെ ജെറുസലേമിൽ വലിയ സ്ഫോടനങ്ങളുണ്ടായി. ടെഹ്റാനിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും കരാച്ച്, ഇസ്ഫഹാൻ നഗരങ്ങളിലും സ്ഫോടനമുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസും ദേശീയ സുരക്ഷാ കൌൺസിൽ കെട്ടിടവും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രയേലും അറിയിച്ചു. ആക്രമണം തുടങ്ങിയതിനു ശേഷം രാജ്യത്ത് 780-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇറാനിലെ റെഡ് ക്രസന്റ് അറിയിച്ചു. എന്നാൽ ഈ കണക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിലൊന്നായി 1 കോടിയോളം ഇന്ത്യക്കാരാണ് ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും. അവരുടെ സുരക്ഷയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനയെന്ന് ഇന്ത്യയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നേരത്തെ പശ്ചിമേഷ്യയിൽ പടരുന്ന യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനൊപ്പം അമേരിക്ക മുൻകൈയെടുത്ത് ചർച്ചകൾ വഴി തുറക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അമേരിക്കയോടുള്ളത് ചെകുത്താനോടുള്ള യുദ്ധമാണെന്നും ശത്രുവിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് റഷ്യയോട് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.